ലോകങ്ങൾ കാക്കുന്ന ദേവ കാരുണ്യസിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക് വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ഈ സൗജന്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പാണ് ഇന്നും നാളെയുമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ 2 മേഖല കേന്ദ്രീകരിച്ച് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഹോമിയോയുടെ മെഡിക്കൽ ക്യാമ്പും അതുപോലെ നാളെ നമ്മുടെ ആയുർവേദ ആശുപത്രിയുമായി ചേർന്നുകൊണ്ടുള്ള മെഡിക്കൽ ക്യാമ്പുമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് പോരയുടെ ഭാഗം കേന്ദ്രീകരിച്ചാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ രണ്ടിലും പങ്കെടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ വയോജനങ്ങൾ. നേരത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു തീരെ ചെറുതിലെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സംരക്ഷണം അല്ലെങ്കിൽ ബന്ധുക്കളുടെ എല്ലാ സംരക്ഷണങ്ങളോടുകൂടി നിൽക്കുകയും അത് കഴിഞ്ഞ് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ആരും തന്നെ ശ്രദ്ധിക്കാൻ ഒരുപക്ഷെ മറന്നുപോകുന്ന നമ്മുടെ വയോജനങ്ങൾ നാളെ നമ്മൾ സ്വാഭാവികമായും ഒരു മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന്റെ ജീവന്റെ ആരംഭം മുതൽ ഒരു 10 വർഷക്കാലവും അത് കഴിഞ്ഞ ശേഷമുള്ള ഒരു 50 വയസ്സിന് ശേഷവും ഏറ്റവും കൂടുതൽ സംരക്ഷണവും പരിചരണവും നൽകേണ്ട ഒരു കാലഘട്ടമാണ് മനുഷ്യജീവന്റെ. ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറെ ബഹുമാന്യർ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചടയമംഗലം ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിലാണ് നമ്മൾ ഇത്തരം ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ വയോജനങ്ങൾക്കുള്ള ക്യാമ്പാണ്. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും അവരുടെ പരിരക്ഷയും മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. വയോജനങ്ങൾ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു അഭ്യർത്ഥനയുമായി പഞ്ചായത്തിനെ സമീപിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അത് വളരെ വിഷമമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മളെ വളർത്തി വലുതാക്കി നമ്മളൊരു കലയ്ക്ക് എത്തുമ്പോൾ തിരിച്ച് അവരെ നമ്മൾ സംരക്ഷിക്കേണ്ടതിന് പകരം അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നത് തന്നെ ഒരു വാർത്തയായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാനത്ത് വരുമ്പോഴാണ് നമ്മളെ ഇത്തരത്തിൽ സമീപിക്കുമ്പോൾ നമുക്ക് വളരെ വേദന തോന്നുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളവരുടെ ഉന്നമനം കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമ്മുടെ ആയുർവേദ ആശുപത്രി ആയാലും ഹോമിയോ ആശുപത്രി ആയാലും നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി ആയാലും ഒക്കെ തന്നെ ചെയ്യുന്നത്. അത് പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുൻകൈ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഹോമിയോ ആശുപത്രിയിലും അതുപോലെ ആയുർവേദ ആശുപത്രിയിലും യോഗ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 75 വയസ്സുള്ള ആൾക്കാർ വരെ, അമ്മ വരെ വളരെ മനോഹരമായിട്ട് യോഗ പഠിച്ച് എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞെങ്കിലും അത് പഠിച്ച് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരുന്നതിനും അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പും അതുപോലെ തന്നെ യോഗയും ഒക്കെ വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോവിഡ് കാലത്തിന് ശേഷം നമുക്കറിയാം യോഗ ആദ്യമേ ജനറലായിട്ട് ഈ ഒരു വാർദ്ധക്യ സമയത്ത് ആരോഗ്യം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാമെന്നൊന്ന് പറയാം. ആദ്യമായി നമ്മൾ ഈ ഒരു അവസ്ഥയെ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു ടൈമിൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് പക്ഷെ നമ്മൾ ശാരീരികവും മാനസികവുമായി നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സമയമാണ്.
നമുക്ക് യോഗയിൽ എന്തൊക്കെ ചെയ്യാം. ഇപ്പം എല്ലാവർക്കും അറിയില്ല. കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാർ പറയുന്നത് യോഗ ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് ആൾക്കാർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത്. ബഹുമാനിയായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ചടങ്ങ് ശരിക്കും പറഞ്ഞാൽ മനോഹരമാക്കി. ഇത്ര തിരക്കേറിയിട്ടും പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കാൻ പറ്റിയത്. ശരിക്കും